ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ മൊഡ്യൂള് ഫസ്റ്റിലുള്ള സെക്കൻഡ് ലെക്ചറായിരുന്നു ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് മൊഡ്യൂള് ഫസ്റ്റിലുള്ള തേർഡ് ലെക്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിലുള്ള ഒന്നാമത്തെ ടൈപ്പായിരുന്നു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് നമ്മൾ 3 ടൈപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ അതിൻ്റെ ഔട്ട്കംസിന് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാബുലാറായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്കലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് വാല്യൂ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ, a discrete random variable is a random variable that has countable value such as list of non-negative integers. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഫുൾ നമ്പർ ആയിരിക്കും, ഫുൾ ഡിജിറ്റ് ആയിരിക്കും. 1 2 3 എന്നൊക്കെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 1 2 3 അല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടി കാണിക്കുമ്പോൾ അതെന്തായി? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായി. ക്ലിയർ? ഇന്നലെ നമ്മൾ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആവും. ഒരു ആൽഫ മോട്ടോഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആൽഫ മോട്ടോർ ഈസ് ദ ഡീലർ ഓഫ് എ ലീഡിംഗ് കാർ കമ്പനി ഇൻ ഗുജറാത്ത്. ഓക്കെ, ഇതങ്ങനെ എക്സാമ്പിൾ വരാനുള്ള കാരണം ഇത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, നവാൽ ബാജ്പേയിൻ്റെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കൊടുത്തതാണ്. ഇറ്റ് കണ്ടക്റ്റഡ് ആൻ അനാലിസിസ് ഓഫ് സെയിൽസ് ഇൻ ദ പാസ്റ്റ് 200 ഡേയ്സ്. ശ്രദ്ധിക്കണം പറയുന്നത്, ഇത് കഴിഞ്ഞ 200 ദിവസത്തെ, കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ 200 ദിവസത്തെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ നോക്കി. ഫോർ ഓപ്പണിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 200 ദിവസത്തെ ഡാറ്റ എടുത്ത് നോക്കിയത്? ഒരു പുതിയ ഷോറൂം നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലൊക്കാലിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ സെയിൽസ് എത്ര ആയിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ ഡാറ്റ കളക്റ്റഡ് ഓൺ ദ നമ്പർ ഓഫ് കാർസ് സോൾഡ് ഇൻ ദ പാസ്റ്റ് 200 ഡേയ്സ് റിവീൽഡ് ദാറ്റ്. എന്താ നമുക്ക് മനസ്സിലായത്? 200 ദിവസത്തെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ അതിൽ 25 ഡേയ്സും നോ സെയിൽസ്. നമുക്ക് ഒരു കാറ് പോലും സെയിലായിട്ടില്ല. 50 ദിവസങ്ങളിൽ നമുക്ക് എന്തായിട്ടുണ്ട്? 1 കാറ് സെയിലായിട്ടുണ്ട്. 75 ദിവസങ്ങളിൽ 2 കാർസ് സെയിലായിട്ടുണ്ട്. 20 ദിവസങ്ങളിൽ 3 കാർസ് സെയിലായിട്ടുണ്ട്. 30 ദിവസങ്ങളിൽ 4 കാർസ് സെയിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 200 ദിവസത്തെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 എന്ന് കിട്ടും. 25, 50, 75, 20, 30 കൂട്ടിക്കഴിയുമ്പോൾ 200 ദിവസം എന്ന് കിട്ടും. ആ 200 ദിവസത്തിൽ ഇങ്ങനെയാണ് നമ്മൾ സെയിലായിട്ടുള്ളത്. അതിനെ നമ്മൾ ഇങ്ങനെ ഒരു ടാബിളിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? കാറ് സോൾഡ്, 0 കാറ് സോൾഡ്, 1 കാർ സോൾഡ്, 2 കാർ സോൾഡ്, 3 കാർ സോൾഡ്, 4 കാർ സോൾഡ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഓരോ കൗണ്ടബിൾ നമ്പറാണ്. അതുകൊണ്ട് അതൊരു ഡിസ്ക്രീറ്റ് നമ്പേഴ്സാണ്. കൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റുന്ന 1.5 കാർ വിറ്റു എന്നും നമ്മൾ പറയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 കാർ വിറ്റു, 0 കാർ വിറ്റു, 2 കാർ വിറ്റു, 3 കാർ വിറ്റു, 4 കാർ വിറ്റു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ കൗണ്ടബിൾ നമ്പർ, ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ്. ഇനി നമ്മൾ പാസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ 0 കാർ വിറ്റ ദിവസങ്ങളുടെ എണ്ണം നമ്മളിവിടെ എഴുതി, നമ്പർ ഓഫ് ഡേയ്സ്. അത് നമ്മൾ സാധാരണ പറയൽ ഫ്രീക്വൻസി എന്നാണ്, എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് 25 ഡേയ്സ്, 1 കാർ വിറ്റത് 50 ഡേയ്സ്, 2 കാർ വിറ്റത് 75 ഡേയ്സ്, 3 കാർ വിറ്റത് 20 ഡേയ്സ്, 4 കാർ വിറ്റത് 30 ഡേയ്സ്. അപ്പം ഇതൊരു ഡിസ്ട്രിബ്യൂഷനാണ്. ഓരോ കാർ വിറ്റതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എഴുതി. നമ്മൾ പാസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി എഴുതിയത് കാരണം നമുക്ക് കറക്റ്റ് എത്ര എണ്ണം എത്ര ദിവസം എന്നുള്ള നമുക്ക് കറക്റ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡിസ്ട്രിബ്യൂഷനാണ്.
ഓക്കെ, ഒരു ടാബുലാർ ഡിസ്ട്രിബ്യൂഷനാണത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇത് ഫ്രീക്വൻസി എഴുതിയത് കൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയും? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. കാരണം നമ്മൾ എഴുതിയത് ഇവിടെ ഫ്രീക്വൻസിയാണ് എഴുതിയത്. നമ്പർ ഓഫ് ഡേയ്സ് വി ഓൾറെഡി നോ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്, പിന്നെ ഇങ്ങനെ എഴുതിയത്, ഫ്രീക്വൻസി എഴുതിയത്. അതുകൊണ്ട് ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി കൺസിഡർ എൻ എക്സ്പെരിമെൻറ്റ് ഓഫ് സെലക്ടിങ് എ ഡേ ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ആൽഫ മോട്ടോർ കാർ. ഇനി ആൽഫ മോട്ടോർ കാറിൻ്റെ 200 ദിവസങ്ങളിൽ ഒരു ദിവസത്തെ നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സെലക്ട് ചെയ്യപ്പെട്ട ദിവസം ഒരു കാർ 0 കാറ് വിൽക്കപ്പെടാനുള്ള സാധ്യത എന്താണ്, 1 കാർ വിൽക്കപ്പെടാനുള്ള സാധ്യത എന്താണ്, 2 കാർ വിൽക്കപ്പെടാനുള്ള പ്രോബിലിറ്റി എന്താണ്, 3 കാർ വിൽക്കപ്പെടാനുള്ള പ്രോബിലിറ്റി എന്താണ്, 4 കാർ വിൽക്കപ്പെടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതെന്തായി, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായി. നോക്കുക, അതിൻ്റെ ആൻസർ നോക്കുക. ഇപ്പോൾ നമ്മൾ 1 കാർ വിൽക്കപ്പെടാനുള്ള സാധ്യതയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, 0 കാർ വിൽക്കപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണതെങ്കിൽ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ 0 കാർ വിൽക്കപ്പെടാൻ 25 ദിവസമല്ലേ 0 കാർ വിറ്റത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ എടുത്തപ്പം എത്ര ദിവസത്തിലാണ്? 200 ദിവസത്തിൽ. അപ്പം 25 ഡിവൈഡഡ് ബൈ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.125 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി. 0 കാർ വിൽക്കപ്പെടാനുള്ള നമ്മളിപ്പോൾ 200 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം 1 കാറും ഒരു കാർ പോലും വിൽക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 ആണ്. 0.125 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12.5%. ഇനി അതുപോലെ 1 കാർ വിൽക്കപ്പെടാനുള്ള സാധ്യത കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കാർ എത്ര? 50 ദിവസമല്ലേ ഒരു കാർ വിറ്റ്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 200 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഇനി 2 കാർ വിൽക്കപ്പെടാനുള്ള സാധ്യത 75 ദിവസമല്ലേ 2 കാർ വിറ്റത്. അപ്പോൾ 75 ഡിവൈഡ് ബൈ 200. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഫ്യൂച്ചറാണ്. നമ്മൾ പാസ്റ്റ് ഡാറ്റൻ്റെ അതേ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഒരു ഫ്യൂച്ചറിൽ നമ്മൾ പുതിയ ഒരു ഷോറൂം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡാറ്റയാണ് കിട്ടുക. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബിലിറ്റി വെച്ച് നമ്മൾ ഓരോ 0 കാർ വിൽക്കപ്പെടാൻ, 2 കാർ വിൽക്കപ്പെടാൻ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോബിലിറ്റി വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇവിടെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് അതെന്താണ്? ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ടാബുലാറായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തോണമെന്നില്ല. ടാബുലാറായിട്ടും പ്രസൻറ്റ് ചെയ്യാം, അതുപോലെ എന്തും ചെയ്യാം, നമുക്ക് ഗ്രാഫിക്കലായിട്ടും പ്രസൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ കണ്ടതുപോലെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കാർ സോൾഡ് എന്നുള്ളത് എക്സ് ആക്സിസിലും പ്രോബബിലിറ്റി നമ്മൾ വൈ ആക്സിസിലും നമ്മൾ കാണിച്ചു. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് കാർസ് സോൾഡ്. അപ്പോൾ 0 കാർ വിൽക്കപ്പെടാനുള്ള പ്രോബബിലിറ്റി 1.25 ആണ്. 1.25 ഇവിടെയാണ് വരിക. അതിന് കറക്റ്റായിട്ട് നമ്മൾ എഴുതി. 2 കാർസ് വിൽക്കപ്പെടാൻ 0.25 ആണ്. അപ്പോൾ 0.25 നേരെ നമ്മൾ ഒരു വരച്ചു. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കറക്റ്റ് നമ്മൾ ഓരോ സെപ്പറേറ്റ് ബാറുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് അല്ലാതെ സെപ്പറേറ്റ് ബാറുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഞാൻ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം. ഇനി നോക്കുക, ഈ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. മീനിന് പറയുന്ന വേറൊരു പേരാണെന്ത്? എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, നമ്മൾ സാധാരണ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലുള്ളതാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയും. പാസ്റ്റിലുള്ള ഫ്രീക്വൻസി തന്നിട്ടാണെങ്കിൽ നമ്മൾ മീനെന്നും പറയും. അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ്, ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിച്ചോ. അതൊരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡോ ടോയിലോ കിട്ടാം. അവിടെ നമുക്ക് ഹെഡ് കിട്ടിയാൽ ഇനി കോയിൻ ടോസ് ചെയ്താൽ 100% ഹെഡാണ് കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടാമത്തെ ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ നടത്തി. അത് ഈ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നടത്തി, മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ്, അങ്ങനെ ഒരുപാട് പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ഹെഡ് കിട്ടി, എത്ര പ്രാവശ്യം ടെയിൽ കിട്ടി എന്ന് നോക്കിയാൽ രണ്ടും എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. കാരണം രണ്ടിനും ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1.5 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. 50-50 ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ വിൽ ബി ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അതിൻ്റെ കറക്റ്റ് പ്രോബബിലിറ്റി എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും അതിൻ്റെ
അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ദെൻ ദി ആവറേജ് ഓഫ് ദ ഔട്ട്കം ഈസ് മോസ്റ്റ് ലൈക്ലി ടു അപ്രോച്ച് എ ലോങ് റൺ എക്സ്പെക്റ്റഡ് വാല്യൂ ഓർ മീൻ വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ മീൻ വാല്യൂ എന്ന് പറയുന്നത് 50 എന്നുള്ളതാണ്. 1/2 എന്നുള്ളതായതുകൊണ്ട് നമ്മളത് പറഞ്ഞു. നിങ്ങളൊരു ഡൈ, ഒരു 6 ഫേസുള്ള ഡൈ ആണ് നിങ്ങൾ പിന്നെ ടോസ് ചെയ്യണതെങ്കിൽ 1 കിട്ടാൻ എത്ര സാധ്യത ഉണ്ട്? 1/6 ആയിരിക്കും. 2 കിട്ടാനുള്ള സാധ്യത 1/6 ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും 1/6 ആയിരിക്കും പോസിബിലിറ്റി. നിങ്ങൾ ആ ഡൈ ഒരു 100 പ്രാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ ഒരു 1000 പ്രാവശ്യം നിങ്ങൾ ടോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ 1 എത്ര പ്രാവശ്യം കിട്ടി, 2 എത്ര പ്രാവശ്യം കിട്ടി എന്നൊക്കെ നോക്കുമ്പോൾ 1000ൻ്റെ 1/6 ടൈംസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈക്വലാണ് നമുക്ക് പറയാൻ പറ്റില്ല, പ്രോബിലിറ്റിയെ നമ്മൾ പറയാൻ പറ്റുള്ളൂ. 1/6ൻ്റെ അറൗണ്ട് അതായിരിക്കും. ഓക്കെ, ആക്ച്വൽ ഡാറ്റയിൽ എക്സാക്ട്ലി ഈക്വൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് നല്ല ഫെയർ ഡൈ ആണെങ്കിൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും? ആ ഒരു ആവറേജിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആയിരിക്കും. ഓക്കെ, ആൻഡ് ടു കമ്പ്യൂട്ട് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓർ ദ ആവറേജ് വാല്യൂ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ മീന് അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോബിലിറ്റി തന്നിട്ടാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി മൾട്ടിപ്ലൈ ഈച്ച് വാല്യൂ. ഇവിടെ നോക്കുക, വി മൾട്ടിപ്ലൈ each value of the random variable x. നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ ഒരു പേര് കൊടുത്തതാണ് x, ബൈ ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. അതിൻ്റെ പ്രോബിലിറ്റി ആകുമ്പോൾ p of x എന്ന് പറയും. ആൻഡ് ദെൻ ആഡ് ദ റിസൾട്ടിങ് പ്രോഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ടോട്ടൽ നമ്മൾ അതിന് ടോട്ടൽ എടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ മീൻ നമുക്ക് ഒരു ഇക്വേഷൻ പറയാം. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എക്സ് ബാർ, സാമ്പിൾ ആകുമ്പോൾ എക്സ് ബാർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ മ്യൂ എന്ന് പറഞ്ഞോ മീനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയാം. അതാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ എക്സ് എന്ന് പറഞ്ഞത്. അത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്നാണ്. ഈക്വൽ ടു സം ഓഫ്, ഓക്കെ, ഈക്വൽ ടു സം ഓഫ് എന്തിൻ്റെ ടോട്ടലാണ്? എക്സ് ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. അപ്പോൾ എക്സും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർസ് സോൾഡ് ആയിരുന്നില്ലേ? 0 കാർ, 1 കാർ, 2, 3, 4 അങ്ങനെ കാറുകളായിരുന്നു. അതിൻ്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി നമുക്കറിയാം. 0.125, 0.25, 0.375, 3ക്ക് 0.1, 4ന് 0.15. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റിൻ്റെ ടോട്ടൽ എപ്പെടുത്താലും നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. പെർസെൻറ്റേജിലാകുമ്പോൾ 100 എന്ന് കിട്ടും, അല്ലെങ്കിൽ 1 എന്ന് കിട്ടും. കാരണം ഇപ്പോൾ 100% ഉള്ളൂ, അതിലേറെ കൂടി പെർസെൻറ്റേജ് ഇല്ലല്ലോ. അപ്പം ഇനി നിങ്ങൾ ഇതിൻ്റെ എക്സ് ഇൻറ്റു പി എക്സ് കാണുക. അതാണ് നമ്മൾ പറഞ്ഞത്, എക്സ് ഇൻറ്റു പി എക്സ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞത്. എന്നിട്ട് ഓരോ എക്സിനെയും അതിൻ്റെ പി എക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒന്നാമത്തേന് 0 എന്ന് തന്നെ കിട്ടും, രണ്ടാമത്തേന് 0.25 അങ്ങനെ കിട്ടി. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സം എടുക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനാണ് കൂട്ടുമ്പോൾ 1.9 എന്ന് കിട്ടും. അപ്പോൾ 1.9 ആണ് എന്ത്? അതിൻ്റെ മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ. ഇത് നിങ്ങൾ പണ്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 സെക്യൂരിറ്റി ഉള്ളപ്പോൾ 3 സെക്യൂരിറ്റി ഉള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്ത അതേ മെത്തേഡാണത്, കാരണം അവിടെ പ്രോബിലിറ്റിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു 200 ദിവസം എടുക്കുമ്പോൾ ഓരോ ദിവസവും ആവറേജ് 1.9 കാറ് സെല്ല് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 1.9 കാർ എന്ന് പറഞ്ഞാൽ 2 കാർസ്, 1.9 കാർ ഇല്ലല്ലോ. അപ്പോൾ ഒരു 2 കാർസ് സെല്ല് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആവറേജ്. പക്ഷേ ഇഫ് യു ആർ ടേക്കിംഗ് 1 ഡേ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇറ്റ്സ് പ്രോബിലിറ്റി ടു ഹാവ് 0 കാർ, 1 കാർ, 2 കാർ, 3 കാർ, 4 കാർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മീനിൽ നിന്നാണ് നമ്മൾ വേരിയൻസ് സാധാരണക്കാലം മീനിൽ നിന്ന് ഓരോരോ എക്സ് വാല്യൂസും പിന്നെ എത്ര കണ്ട് വ്യത്യാസം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രൂപമാണ് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ അതിന് സിഗ്മ സ്ക്വയർ എന്ന് പറയാം, സം ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് മ്യൂ ആദ്യം നമ്മൾ കാണുക, എന്നിട്ട് അതിനെ ഓരോന്നിനും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആ സ്ക്വയർ ചെയ്ത് കിട്ടിയ വാല്യൂവിന് എന്ത് ചെയ്യുക? അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് മ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1.9 ആണെന്ന്. അപ്പോൾ എക്സിന്ന് നമ്മൾ എന്ത് ചെയ്തു? മ്യൂ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് -1.9 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ 1-ന്ന് മ്യൂ കുറച്ചു, 2-ന്ന് മ്യൂ കുറച്ചു, 3-ന്ന് മ്യൂ കുറച്ചു, 4-ന്ന് മ്യൂ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് എക്സ് മൈനസ് മ്യൂ കിട്ടി. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ സ്ക്വയർ ചെയ്യുക. കിട്ടിയ വാല്യൂവിനെ ഓരോന്നിനും സ്ക്വയർ ചെയ്യുക.
ഇങ്ങനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ പി ഓഫ് എക്സ് ഇങ്ങനെ കൂടെ തന്നു, അതിനെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണിത്. എന്നിട്ട് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1.44 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വേരിയൻസ് എന്താണ്? 1.44 ആണ്. 1.44 ആണ്. അപ്പോൾ 1.44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് എന്ത് കാണാം? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് കാണാം. അതൊക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് 1.2 എന്നാണ് കിട്ടുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1.2 എന്ന് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആവറേജ് നിങ്ങളൊരു ദിവസം 1.9 കാറുകൾ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ അത് നമ്മളൊരു സാമ്പിളൊക്കെ വെച്ചിട്ട് പഠിക്കണതായതുകൊണ്ട് പക്ഷേ അതിന് എന്തുണ്ടാവും? അത് ചിലപ്പോൾ അത് 1.9 കുറവോ അല്ലെങ്കിൽ 1.9 കൂടുതലോ ആവാം. അപ്പോൾ കുറവാണ് റേഞ്ച് എത്രയാണ്, കൂടുതലാവണ റേഞ്ച് എത്രയെന്ന് അറിയണമല്ലോ. അപ്പോൾ 1.9 പ്ലസ് 1.2 ആൻഡ് 1.9 മൈനസ് 1.2 ആ ഒരു റേഞ്ചിൽ വരാം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. ഇനി നോക്കുക, ഇതിൽ എത്ര മിനിറ്റായി നോക്കട്ടെ കേട്ടോ, 15 മിനിറ്റായോ. അപ്പോൾ ഇതിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഒക്കെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ അകത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദ ഡിസ്ക്രീറ്റ് ഡാറ്റ റിസൾട്ടിങ് ഫ്രം എൻ എക്സ്പെരിമെൻറ്റ് നോൺ ആസ് ദ ബെർണോളി പ്രോസസ്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വരുന്ന അതിന് നമ്മൾ ബെർണോളി പ്രോസസ് എന്ന് പറയുന്നത്. കാരണം ബെർണോളി എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളതിന് ബെർണോളി പ്രോസസ് എന്ന് പറയുന്നത്. ഈ പേര് നോട്ട് ചെയ്തേക്കുക. ആൻഡ് ദ ഔട്ട്കംസ് ഓഫ് സച്ച് ടോസസ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് നമുക്ക് അങ്ങനെയുള്ള ബൈനോമിയൽ പ്രോസസ്സ് എന്ന് വരുന്ന സംഭവങ്ങൾ എക്സ്പെരിമെൻ്റ് എന്നാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? ബെർണോളി പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോസുകൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളൊരു ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് 2 ഔട്ട്കംസ് വരാനേ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു 2 ഔട്ട്കം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ കൊറോണ ബാധിച്ച ആളുകളുടെ ആൾക്കാരെ പരിശോധിക്കുകയാണ്. ബാധിച്ച ആളുകളല്ല, നമ്മൾ മൊത്തം ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരെ നമ്മളെടുത്തു. ഒരു പഞ്ചായത്തിൽ 1000 കുടുംബമുണ്ട്, ഒരു 5000 ആളുകളുണ്ടെന്ന് വിചാരിച്ചോ. ആ പഞ്ചായത്തിൽ ഉള്ള ആളുകളൊക്കെ പരിശോധിക്കുമ്പോൾ കൊറോണ ബാധിച്ചവർ, കൊറോണ ബാധിക്കാത്തവർ. അപ്പം 2 കാറ്റഗറിയിലുള്ളൂ. ഒന്നുകിൽ കൊറോണ ഉണ്ട്, അല്ലെങ്കിൽ കൊറോണ ഇല്ല. 2 കാറ്റഗറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ബെർണോളി പ്രോസസ്സാണ്. നമുക്ക് 2 ഔട്ട്കംസ് മാത്രമുള്ള പ്രോസസ്സുകളൊക്കെ ബെർണോളി പ്രോസസ്സാണ്. അതിൽ കോയിൻ ടോസ് ചെയ്യണതാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, 2 ഔട്ട്കംസ് മാത്രം. ഫെയിലിയർ, സക്സസ് എന്നാൽ നമ്മളതിനെ പറയാം. ഇപ്പോൾ കൊറോണ ഉണ്ടെങ്കിൽ സക്സസ്സും കൊറോണ ഇല്ലെങ്കിൽ ഫെയിലിയറുമാണ്. കാരണം കൊറോണ ഉണ്ടാവണം നല്ലതായിട്ടല്ല സക്സസ് എന്ന് പറയുന്നത്. പകരം എന്താണ്, നമ്മൾ കൊറോണ ഉള്ള ആളുകളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഔട്ട്കം നമ്മൾ ഉദ്ദേശിച്ചതാണ് കിട്ടുന്നതെങ്കിൽ അതാണ് സക്സസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. 2 ഔട്ട്കംസ് വരുന്ന എല്ലാ എക്സ്പെരിമെൻറ്റ്സും ബെർണോളി പ്രോസസ്സാണെന്ന് പറയാം. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈനോമിയൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബെർണോളി ഡെവലപ്പ് ചെയ്തിട്ട് ബൈനോമിയൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യുക. ക്ലിയർ? ഇനി നോക്കുക അതിൻ്റെ അസംഷൻസ്. ദ എക്സ്പെരിമെൻറ്റ് ഇൻവോൾവ്സ് എ സീക്വൻസ് ഓഫ് ഐഡൻറ്റിക്കൽ ട്രയൽസ്. നമ്മൾ ഒരുപാട് ട്രയൽസ് നമ്മൾ നടത്തും. ഒരാളെ പരിശോധിച്ച് കണ്ട് കൊറോണ ഉണ്ടോ ഇല്ലെന്ന് നോക്കല്ല. ഒരുപാട് ആളുകൾ നമ്മൾ പരിശോധിക്കും. ഒരു പ്രാവശ്യം ടോസ് ഇട്ടിട്ട് ഹെഡോ ടൈലോ ഒന്നും നോക്കല്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ ടോസ് ഇടും. ഒരേപോലെ ആയിരിക്കും അതിൻ്റെ ട്രയൽസും ഉണ്ടാകുക. കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിലൊക്കെ ഒരേപോലെയാണ്. ഓക്കെ, ഒന്നിനെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അർത്ഥം. ഫോർ ഈച്ച് ട്രയൽ ദർ ക്യാൻ ബി 2 പോസിബിൾ ഔട്ട്കംസ്. വൺ ഈസ് റെഫേർഡ് ടു ആസ് സക്സസ് ആൻഡ് അതർ ഈസ് റെഫേർഡ് ടു ആസ് ഫെയിലിയർ. ഇവിടെ സക്സസ്, ഫോർ എക്സാമ്പിൾ, നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഹെഡ് കിട്ടിയെന്നാണ് നോക്കണമെങ്കിൽ ഹെഡ് കിട്ടിയാൽ സക്സസും ഹെഡ് കിട്ടിയില്ലെങ്കിൽ ഫെയിലിയറുമാണ്. മനസ്സിലായല്ലോ? അതിൽ ഹെഡ് ഉഷാറായതുകൊണ്ടല്ല അതിനെന്ത് പറയണത്, നമ്മൾ ഹെഡ് സക്സസ് എന്ന് പറയണത്. ഹെഡ് ഉഷാറാണെന്നോ ഹെഡ് ഉഷാറല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പകരം ഹെഡ് കിട്ടിയാൽ നമ്മൾ ഹെഡ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണമെങ്കിൽ ഹെഡ് കിട്ടിയാൽ സക്സസ്, ഹെഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫെയിലിയർ. ക്ലിയർ ആയല്ലോ? ഫോർ ഈച്ച് ദ ട്രയൽ ആർ ഇൻഡിപെൻഡൻറ്റ് നേച്ചർ. ഓരോ ട്രയൽസും എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് P
സക്സസ്സിന് നമ്മൾ പി എന്ന് പറയും, പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറിനെ നമ്മൾ ക്യൂ എന്നും പറയും. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - p ആണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - q ആണ്. റിമൈൻ കോൺസ്റ്റൻറ്റ്, അത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ എക്സ്പെരിമെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഇത്രയൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. ഇനി ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. പ്രോബിലിറ്റി ഓഫ് എക്സ് സക്സസ് ഇൻ n ട്രയൽസ്, n പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ നമ്മൾ ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പ്രാവശ്യം എക്സ് ടൈംസ് സക്സസ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണതെങ്കിൽ അതിന് ബെർണോളി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണത്. പി ഓഫ് എക്സ്, പ്രോബിലിറ്റി ഓഫ് എക്സ് എത്ര പ്രാവശ്യം എന്നുള്ളതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത്. n ഫാക്ടോറിയൽ, അത് നിങ്ങൾക്ക് ഫാക്ടോറിയൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ n ആദ്യം എഴുതിയിട്ട് ഫാക്ടോറിയൽ എഴുതാം. ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഫാക്ടോറിയൽ എന്ന് വായിക്കുക. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - x ഫാക്ടോറിയൽ ഇൻറ്റു x ഫാക്ടോറിയൽ ഇൻറ്റു p റേസ് ടു എക്സ് ഇൻറ്റു q റേസ് ടു n - x. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം, കാരണം ഇതിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് വരും. അതിലൊരു എക്സാമ്പിൾ നോക്കുക. കൺസിഡർ എ ഫെയർ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ഇൻ 3 ട്രയൽസ്? 3 ട്രയലുകൾ, അതിൻ്റെ അകത്ത് നമുക്ക് 2 ഹെഡ്സ് കിട്ടണം. 3 ട്രയൽസ്, അതിൻ്റെ അകത്ത് നമുക്ക് 2 ഹെഡ് കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് സക്സസ് ഇൻ n ട്രയൽസ് എന്നുള്ളതാണല്ലോ നമ്മളുടെ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എപ്പോഴും ആദ്യം എഴുതി വെക്കുക, എന്ന് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇക്വേഷനുള്ള മാർക്കെങ്കിലും കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ഇൻ 3 ട്രയൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ട്രയൽസ് ആയതുകൊണ്ട് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 2. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യമാണ് സക്സസ് നമ്മൾ നോക്കുന്നത്, അത് 3 - 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 0.5 ഇൻറ്റു 0.5. കാരണം അതിൽ ക്യൂയും പിയും എന്ത് ഇപ്പോൾ 1/2 ആണ്, അതുകൊണ്ടാണ് 0.5 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞത്. അപ്പോൾ 0.5 പി റേസ് ടു എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. പോയിന്റ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം സക്സസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്, അതാണ്. പിന്നെ ഇൻറ്റു ക്യൂ ഇൻറ്റു എക്സ് n - 2, n - x, അത് 3 - 2 ആണ്. അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടോറിയൽ എങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, 0.375 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യം ഒരു കോയിന്, ഫെയർ ആയിട്ടുള്ള ഒരു കോയിന് ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഹെഡ് കിട്ടാനുള്ള സാധ്യത 37.5% എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത്. ക്ലിയർ? ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ എക്സാമ്പിൾ എന്താ വെച്ചാൽ, മാനുഫാക്ചറിംഗ് കമ്പനി ഓഫ് എ സൗത്ത് മഹാരാഷ്ട്ര ഫൗണ്ട് ദാറ്റ് ആഫ്റ്റർ ലോഞ്ചിങ് എ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് സ്കീം ഫോർ വളണ്ടറി റിട്ടയർമെൻറ്റ് 10% of workers are unemployed. What is the probability of obtaining 3 or fewer unemployed workers in a random sample of 30 in a survey conducted by the company? ഇത് ചോദ്യം മനസ്സിലായോ? നമ്മളൊരു കമ്പനിയിൽ ഒരു വളണ്ടറി റിട്ടയർമെൻറ്റ് പ്ലാൻ കൊണ്ടുവന്നു. ഓക്കെ, ആർക്ക് വേണമെങ്കിലും വളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുക. അതിനെന്തോ ഒരു പിന്നെ വലിയ എമൗണ്ട് പൈസ ഒക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്നൊക്കെ പറയണത്. ചുരുക്കൂട്ടി പറഞ്ഞതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ കുറേ അതിൽ ആ ഓർഗനൈസേഷനിലുള്ള 10% ആളുകൾ എന്ത് ചെയ്തു? 10% ആളുകളും വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് 30 ആൾക്കാരുടെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ n 30 ആണ്. അപ്പോൾ അതിൽ നമ്മൾ 30 ആൾക്കാരെടുക്കുമ്പോൾ അതിൽ 3 പേരെങ്കിലും പിന്നെ വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത ആളുകളാവാനോ, അല്ലെങ്കിൽ അതിനേക്കാളും കുറവ്, ഒന്നുകിൽ 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 നമുക്ക് എടുത്ത സാമ്പിളിൽ നിന്ന് അൺഎംപ്ലോയിഡ് ആവാൻ അല്ലെങ്കിൽ വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത ആളുകളാവാനുള്ള സാധ്യത എത്രയാണെന്നുള്ള, അതും സക്സസും ഫെയിലിയറും ആണ്. ഇപ്പോൾ നമ്മൾ വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത ആൾ കിട്ടുകയാണെങ്കിൽ സക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫെയിലിയർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ n ഇവിടെ 30 ആണെന്ന് മനസ്സിലായി. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 അൺഎംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ 0 അൺഎംപ്ലോയിഡ് കാണണം, 1 അൺഎംപ്ലോയിഡ് കാണണം, 2 അൺഎംപ്ലോയിഡ് കാണണം, ആൻഡ് 3 അൺഎംപ്ലോയിഡും കാണണം. ഓക്കെ, എക്സ് എന്താണ്? അപ്പോൾ നമ്മൾ എക്സ് നമുക്ക് 3 ഉണ്ടാവും, എക്സ് 2 ഉണ്ടാവും, എക്സ് 1 ഉണ്ടാവും, എക്സ് 0 ഉണ്ടാവും. ഇങ്ങനെ 3നും നമ്മൾ വെവ്വേറെ കാണണം. അങ്ങനെ എക്സ് 3 ആയിട്ടുള്ള കേസ്, 3 ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനുള്ള സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് എക്സ് 3 ആണ്. ഇനി 0 ആളുകളെ പിന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കിട്ടാൻ സാധ്യതയുള്ള നോക്കുകയാണെങ്കിൽ എക്സ് 0 ആണ്. അപ്പോൾ നമ്മൾ എക്സ് 0 ആയിട്ടുള്ള പ്രോബ്ലമാണ് ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫോർ എക്സ് 0,
ഓക്കെ, എക്സ് 0 ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. 30 ആണ് നമ്പർ ഓഫ് ട്രയൽ. അപ്പോൾ 30 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 30 ഫാക്ടോറിയൽ 30 മൈനസ് 0 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ ഇൻറ്റു 0.1. അതാണ് സക്സസിൻ്റെത്. റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. പിന്നെ 0.1 മൈനസ് പി ആണ് ക്യൂ. അപ്പോൾ 0.1 മൈനസ് പി ആണ് ക്യൂ. അത് നേരത്തെ 1.5 1/2 വന്നതുകൊണ്ടാണ് 0.5 വന്നത്. ഇവിടെ സക്സസ് ആവാനുള്ള സാധ്യത നമ്മൾ 10% ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സക്സസ് ആവാനുള്ള സാധ്യത പി എന്ന് പറയുന്നത് 0.1 ആണ്. 1 മൈനസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 100% നിന്ന് 10% കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 0.9 ആണ്. അത് അല്ല, ഓരോ പ്രോബ്ലത്തിലും വ്യത്യാസം ഉണ്ടാവും. കോയിന് ടോസ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ 0.5 ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസസ്. ഇനി അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, 4x അല്ല, അത് 4x1 ഇതാണ് 4x0 ഒക്കെ ഉള്ള. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇതിനകത്ത് ആൻസർ കാണിച്ചിട്ടില്ല. അത് പിന്നെ 0.2 0.3 ഇതിനൊക്കെ നിങ്ങൾക്ക് ഓരോ ആൻസർ കിട്ടും. എന്നിട്ട് 3 അതിൽ താഴെയോ എന്നുണ്ടല്ലോ. അപ്പം 0 ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സാധ്യത 0.042. 1ൻ്റെ പ്രോബിലിറ്റി ഇതാണ്, 2ൻ്റെ പ്രോബിലിറ്റി ഇതാണ്, 3ൻ്റെ പ്രോബിലിറ്റി ഇതാണ്. അതൊക്കെ കൂടി കൂട്ടുമ്പോൾ 3 അതിന് താഴെയോ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും. ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0.647. അതിൻ്റെ അർത്ഥം 30 ആൾക്കാരെ നമ്മളൊരു സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ 3 അതിൽ താഴെയോ ആളുകൾക്ക് അൺഎംപ്ലോയിഡ് ആയിരിക്കാനുള്ള സാധ്യത നോക്കിയാൽ 0.64 എന്ന് വെച്ച് കഴിഞ്ഞാൽ 64% എന്താണ് 3 അതിൽ കുറവോ ആളുകൾ പിന്നെ അൺഎംപ്ലോയിഡ് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആയല്ലോ എക്സാമ്പിൾ? ഓക്കെ, ഇനി ഇതിൻ്റെ മീനും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. മീൻ ഈക്വൽ ടു മ്യൂ എക്സ്പെക്റ്റഡ് ഓഫ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ്, പി ഈക്വൽ ടു ട്രയൽസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എൻ ഈക്വൽ ടു 30 പി ഈക്വൽ ടു 0.1 ആണ്. അപ്പം അതിൻ്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 30 ഇൻറ്റു 0.1 ഈക്വൽ ടു 3. അതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് മനസ്സിലാവുന്നത്, കാരണം 10% ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ മീൻ എന്തായാലും 30ൻ്റെ 10% എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈക്വൽ ടു എൻ ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതിൻ്റെ റൂട്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഗ്രൂപ്പിൽ നിന്ന് ആ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.